ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ടുള്ള കഥകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകൂ. നമ്മുടെ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ആ മാസ്ക് അവന് ബോറം മാർട്ടിന്റെ അടുത്ത് നിന്ന് കണ്ടു കിട്ടുന്നുണ്ട്. അന്ന് ഇവരെ പേടിപ്പിച്ചിട്ട് പോയ ആ മാസ്ക് മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ ബോയ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഹോറങ്ങിന് ഇപ്പൊ മനസ്സിലാകുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജിന അവിടേക്ക് വരുന്നുണ്ട്. നമ്മുടെ യങ്മിനോട് എനിക്ക് ആ ചെയിൻ വേണം, പ്ലീസ് എനിക്കത് തിരികെ തരണം എന്ന് ചോദിച്ചതും നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ, ഇപ്പൊ എന്തിനാ തിരികെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് യങ്മിൻ ചോദിച്ചാല് നിനക്ക് എന്റെ അടുത്ത് ഒരു തുള്ളി പോലും സ്നേഹമില്ലേ? നീ എന്നെ ഇത്ര നാളുകൾക്കുള്ളിൽ മിസ് പോലും ചെയ്തിട്ടില്ലേ? എന്നെ കുറിച്ച് ഓർത്ത് പോലും നീ നോക്കാറില്ലേ എന്ന് ചോദിച്ച് അവൾ കരയാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം നമ്മുടെ ഹോറങ്ങും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ യങ്മിനും വളരെ സങ്കടമുണ്ട്. പക്ഷെ അവളോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ സാഡ് ആയിട്ട് മാർട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയതും തേഹോ ഇവൻ ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നത് കണ്ട് ഇവനെന്ത് പറ്റിയെന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കിയാല് നമ്മുടെ ജിന ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് കണ്ടതും ഓ ഇതാണോ അപ്പൊ പ്രോബ്ലം? എന്തായാലും ഈ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ കസ്റ്റമേഴ്സ്, മെയിൻ ഷെഫായ നമ്മുടെ യങ്മിന് ഇപ്പൊ തീരെ സുഖമില്ല. സോ ഇനി അവനെ കൊണ്ട് വർക്ക് ചെയ്യാനും പറ്റില്ല. സോ നിങ്ങൾക്ക് ഗ്രില്ലഡ് ഫിഷ് വേണമെങ്കിൽ പോയിട്ട് നാളെ വാ, നാളെ നോക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പറഞ്ഞു വിടാൻ നോക്കിയാല് ഒരു കസ്റ്റമർ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവര് പോയാൽ എന്താ, നിങ്ങളുണ്ടല്ലോ അങ്കിൾ, നിങ്ങൾ തന്നെ വന്ന് ഞങ്ങൾക്ക് ആ ഗ്രില്ലഡ് ഫിഷ് ചെയ്തതാ എന്ന് ഒരു ആന്റി തേഹോയെ നോക്കി പറഞ്ഞതും നമ്മുടെ തേഹോ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. എന്താ അങ്കിളോ? ആന്റി നിങ്ങൾക്ക് ഞാൻ അങ്കിൾ ആണോന്ന് അവൻ തിരികെ ചോദിച്ചാല് പിന്നെ അതേലോ അങ്കിള് വേഗം വന്ന് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തതാ, ഞങ്ങൾക്ക് ടൈമില്ലെന്ന് പറഞ്ഞ് തേഹോയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുവാണ്. ഇവിടെ നമ്മുടെ യങ്മിനെ കാണിച്ചാല് ജിന വലിച്ചെറിഞ്ഞിട്ട് പോയില്ലേ, അതേപോലെ ഒന്ന് ഇവന്റെ കഴുത്തിലും ഉണ്ട്. അതൊരു കപ്പിൾ സ്റ്റെയിൻ പോലെ ഉണ്ട്. അത് നോക്കി അവൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. കട്ട് ചെയ്താല് വീട്ടിലേക്ക് വന്നതും നമ്മുടെ ഹീറോയിൻ ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളും ഓർത്ത് നോക്കിയിട്ട് അപ്പോ ഹോറങ്ങ് ജിനയെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്തിരുന്നു. പക്ഷേ ജിനയും യൊങ്ങിനുമാണ് കപ്പിൾസ് ആയത്. ഇതുകൊണ്ട് ഹോറങ്ങിന് അത് വളരെയധികം ട്രോമ കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോ മനസ്സിലാക്കിയെടുത്ത നമ്മുടെ ഹീറോയിനും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്തെന്തോ കരിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ ഓർക്കുന്നത് തന്നെ മീൻ അവള് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നെന്ന കാര്യം. ഓടി ചെന്നപ്പോഴേക്കും ടൂ ലേറ്റ് ആയി. എല്ലാം കരിഞ്ഞു പോയി. വീട് ഫുള്ളും പുക നിറയാനായിട്ട് തുടങ്ങുവാണ്. അതേസമയം ഇവിടെ തേഹോ അവന്റെ ചേച്ചിയോട് കാശ് വെച്ചിട്ടാണ് ഗ്രില്ലഡ് മിഷീൻ വാങ്ങിയതെന്ന് അറിഞ്ഞ ചേച്ചി ടെൻഷനായി അവന്റെ പെട്ടിയും കിടക്കേക്ക് എടുത്തു കൊടുത്തിട്ട് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. പാവൻ ചെക്കൻ ഇപ്പോ പോകാൻ പ്ലേസ് ഇല്ലാതെ ഇവൻ നേരെ മാറ്റിലേക്ക് വരുമ്പോ അവിടെ നമ്മുടെ ഹോറങ്ങ് പുതിയതായിട്ട് താമസിക്കാൻ പോകുന്ന വീടിന്റെ കോൺട്രാക്ട് പേപ്പർ കാണുന്നുണ്ട്. ആഹാ, അപ്പോ നമ്മൾ പെരുവഴിയിൽ കിടക്കേണ്ട ആവശ്യമില്ല, എനിക്കും താമസിക്കാൻ ഒരിടം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പെട്ടിയും കിടക്കേക്ക് എടുത്ത് ആ കോൺട്രാക്ട് പേപ്പറിലുള്ള അഡ്രസ്സും തേടി കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്ന് നോക്കിയാല് വീടിനകത്ത് നിന്ന് നിറയെ പുകയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ദൈവമേ, ഹോറങ്ങ് അവൻ എന്തില് പറ്റിക്കാണോ? ഇനി തീ പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ അടിച്ചു പിടിച്ച് അകത്തേക്ക് വന്ന് നോക്കിയാല് നമ്മുടെ ഹീറോയിനും ഹോറങ്ങും ഒന്നിച്ചു നിന്ന് ആ കരിഞ്ഞു പോയ മീൻ ഫ്രൈ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് കണ്ടതും നമ്മുടെ തേഹോന്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പൊ ചെറിയൊരു ട്വിസ്റ്റ്. അതായത് നമ്മുടെ തേഹോയും ഹീറോയിന് വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവര് രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടതും അവനാകെ ഷോക്ക് ആകുന്നുണ്ട്. പാവം പയ്യന്റെ ഹൃദയം നുറുങ്ങി പോകുന്നുണ്ട്. എടാ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കളയല്ലേ, എനിക്ക് തീർച്ചയായിട്ടും അത് കേട്ട് നിൽക്കാനുള്ള ത്രാണിയില്ലെന്ന് ഇവൻ പറഞ്ഞതും എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞാൻ ഹീറോയിന്റെ വീട്ടില് വാടക മാസം മാസം പേ ചെയ്തിട്ട് പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. ഇവൾ എന്റെ റൂംമേറ്റ് മാത്രമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തേഹോയ്ക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് ഫീൽ ആകുന്നത് തന്നെ. ഓ അങ്ങനെയാണല്ലേ, എന്നാ ശരി, അപ്പൊ എന്നെയും പെയിൻ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ചേർത്തേക്ക്. കാരണം എനിക്കിനി പോകാൻ വേറെ പ്ലേസേ ഇല്ല. ഞാൻ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ച് എന്റെ ചേച്ചി എന്നെ കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യം. സോ ഞാനും നിങ്ങളുടെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ല ബോസേ, നിങ്ങൾക്ക് അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനായിട്ട് നിറയെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ അത് യൂസ് ചെയ്തില്ലേ എന്ന് ഇവിടെ ചോദിച്ചാല് ഇല്ല, എനിക്കതങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാനായിട്ട് മനസ്സ് വന്നില്ല, ഞാനത് സേഫ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അവൻ ചെറിയ നാണത്തോടെ പറഞ്ഞതും തേഹോയ്ക്ക് ഹീറോയിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് ഹോറങ്ങിന് ഇത് കണ്ട് മനസ്സിലാകുന്നുണ്ട്. സോ നെക്സ്റ്റ് അവനെ അവിടെ സ്റ്റേ ചെയ്യാനും ഇവര് സമ്മതിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ക്യാഷ് കൗണ്ടറിൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഒന്നിച്ചായിരിക്കുമല്ലോ. ഇവര് രണ്ടുപേരും ഇങ്ങനെ നല്ല ജോളി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ട് ശരി വിട്ടേക്കാം, ഇവര് രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഉള്ളത്, നമുക്ക് എന്തിനാ വെറുതെ എന്ന് പറഞ്ഞ് അവൻ അത് വെറുതെ വിടുന്നുണ്ട്. അപ്പോഴാണ് 2 ദിവസമായിട്ട് ഭയങ്കരമായി ജോലി ചെയ്ത് ടയേർഡായ നമ്മുടെ ലീജുൻ ഇത്രയും ജോലികൾ ഒന്നിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, എന്റെ കൈയൊക്കെ വേദനിച്ചിട്ട് വയ്യ, എന്തെങ്കിലും പെയിൻ പാച്ചസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കട എന്ന് സുങ്ഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
നമ്മുടെ തേഹു ഇവനെ കണ്ടിട്ട് എന്താ ബ്രോ ഇതിനാണോ ചുമ്മാ, എന്നിട്ട് നീ പിന്നെയും നിറയെ ഫിഷിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിപ്പോ തന്നെ ഇവിടേക്ക് എത്തും, തിരിച്ച് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോ എന്ന് ഇവൻ പറഞ്ഞാല് എന്ത് ഫിഷോ, ആര് ഞാനോ? ഞാനങ്ങനെ ആർക്കും ഓർഡർ കൊടുത്തിട്ടില്ലല്ലോ, കാരണം ഒരു തവണ ഞാൻ പെട്ടതല്ലേ. നീ ഒരു തവണ കൂടി ആ പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനിനി മീൻ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നേരിട്ട് പോയി കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാങ്ങിക്കുന്ന പ്രശ്നമുള്ളൂ എന്ന് ലീജൻ പറയും. അപ്പോ നീ ഫിഷിനൊന്നും ഓർഡർ ചെയ്തില്ലേ? അപ്പോ നിന്റെ പേരും പറഞ്ഞ ഒരുത്തൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിപ്പോയതോ? അപ്പോ അതാരാന്ന് തേഹു കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആദ്യ ദിവസം തന്നെ നമ്മുടെ ബോയ്സ് എല്ലാവരും സീ ഫുഡ് സെക്ഷൻ തുടങ്ങിയപ്പോ വളരെ ബിസി ആയിരുന്നല്ലോ. അപ്പോ തൊപ്പി വെച്ച ഒരു സ്ട്രേഞ്ചർ ഇവരെല്ലാവരെയും നോട്ട് ചെയ്ത് അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവൻ നേരിട്ട് തേഹുയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതേപോലെ ലീജൻ ബോസ് നിറയെ ഫിഷുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് ഇപ്പോ പേ ചെയ്യണമെന്ന് പറഞ്ഞതും ഒരു സെക്കൻഡ് അവനിപ്പോ വളരെ ബിസിയാണ്, ഞാനിപ്പോ അവനോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പേ ചെയ്യാമെന്ന് പറഞ്ഞാല് നോക്കൂ സാർ, ഈ ഓഫർ ഒന്നും ഞങ്ങൾക്ക് എപ്പോഴും തരാൻ കഴിയില്ല, നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡിസ്കൗണ്ട് ഇട്ട് തന്നത്, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ വെറുതെ സംശയിക്കുകയാണോ? വേഗം ക്യാഷ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോകുമായിരുന്നു, നിറയെ മാറ്റില് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, നിങ്ങളുടെ ഡെലിവറി ഫിഷ് നാളെ തന്നെ എത്തിയിരിക്കും എന്ന് പറഞ്ഞതും ഇജിന് ഇതെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നതെന്ന് കരുതി അയാള് ചോദിച്ച പണം ഇവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലീജിന് അങ്ങനെ ആർക്കും ഓർഡർ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞത് കേട്ട് തേഹോയ്ക്കാണെങ്കിൽ തലയിൽ നല്ലൊരു ഇടിത്തി വീണ പോലെയുണ്ട്. പിന്നെയും വലിയൊരു സ്കാമിൽ ചെന്ന് പെട്ടെന്ന് പറഞ്ഞ് എന്താടാ ഇത്, ഒരു ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചാല് അടുത്ത ദിവസം ആ പണം ഏത് വഴിക്കാ പോകുന്നതെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല, അതിന്റെ ഇടയിൽ ഇമ്മാതിരി തട്ടിപ്പുകാരും എന്ന് പറഞ്ഞ് നമ്മുടെ ബോയ്സ് എല്ലാവരും അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഹോറങ്ങിന് ഒരു മാസ്ക് കിട്ടിയിരുന്നല്ലോ, അത് ഇവന്മാരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തതും ഇത് കണ്ട അടുത്ത സെക്കൻഡിൽ ഇവന്മാരാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തോ പ്രേതത്തെ കണ്ട പോലെ പേടിച്ച് നിൽക്കുമ്പോ നോക്ക് ഗൈസ്, ഇവൻ നമ്മളെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, ചിലപ്പോ ഇവനായിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതിന് പിന്നില്, അതെന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിനു ശേഷം ആരും ചെന്ന് അറിഞ്ഞുകൊണ്ട് തല വെച്ച് കൊടുക്കരുത്, എന്തൊക്കെ വന്നാലും ഒന്നിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. എല്ലാവർക്കും മനസ്സിലായോ എന്ന് ഹോറങ്ങ് ചോദിച്ചതും ഇവന്മാരും ശരിയെന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിതിങ്ങനെ സംസാരിച്ച് വിട്ട് കളയാൻ പാടില്ല, ആ പറ്റിച്ചിട്ട് പോയവനെ കണ്ടെത്തി നമുക്ക് നിയമപ്രകാരമുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. തേഹോ ബോസ്, നിങ്ങൾ അയാളെ കണ്ടതല്ലേ, അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് വരച്ചു കാണിക്കാമോ എന്ന് ചോദിച്ചാല് ശരിയെന്ന് പറഞ്ഞ് അവന്റെ കഴിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ വരയ്ക്കുന്നുണ്ട്. നോക്കിയാല് കുഞ്ഞു പിള്ളേര് പോലും ഇതിൽ നന്നായിട്ട് വരയ്ക്കും, നല്ല കോമഡി ആയിട്ടുണ്ട്. ബ്രോ എങ്ങനെയാടാ ഇത് വെച്ച് നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഹോറങ്ങ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുമ്പോ സൊങ്ഹു വന്ന് എനിക്ക് തേഹോ ചേട്ടനെ വിശ്വാസമുണ്ട്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വരച്ച ആ പടം മാർട്ടിനുള്ളിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ട് വാണ്ടഡ് എന്നും കൂടി എഴുതി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോ ബോറ മാർട്ടിലേക്ക് രണ്ട് റിച്ചസ്റ്റ് ആയ ലേഡീസ് കസ്റ്റമർ വരുന്നുണ്ട്. ഇവര് വരുന്നത് കണ്ടത് നമ്മുടെ ഹീറോയിൻ നോക്ക്, ആ വരുന്ന രണ്ടുപേരുണ്ടല്ലോ അവർ ഈ ഏരിയയിലെ നിറയെ റിച്ചസ്റ്റ് റെസ്റ്റോറന്റ് നടത്തുന്നവരാണ്. സോ 4 മാസത്തില് ഒരു തവണ ഇതേപോലെ അടുത്തുള്ള മാർട്ടിലേക്ക് വന്ന് അവർക്ക് ആവശ്യമുള്ള ഫ്രഷ് ആയ ക്വാളിറ്റി ആയ പ്രൊഡക്ട്സ് ഒക്കെ ബൾക്ക് ആയിട്ട് തന്നെ വാങ്ങിക്കൊണ്ടുപോകും. ക്യാഷിന്റെ കാര്യത്തിൽ പേടിയേ വേണ്ട, ഡയറക്റ്റ് പേയ്മെന്റ് ആണ്. ഈ ഒരു ഓർഡർ മാത്രം നമുക്ക് കിട്ടിയാല് പിന്നെ നമ്മളെ രക്ഷപ്പെട്ടെന്ന് ഇവള് പറയുന്നത് കേട്ട് ഇവന്മാരും എങ്ങനെയെങ്കിലും ഈ വലിയൊരു ഡീല് കയ്യിൽ കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് അലേർട്ടായി റെഡി ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ വന്ന രണ്ട് ലേഡീസ് കസ്റ്റമർ ആണെങ്കിൽ വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കയറി വന്നതും പർച്ചേസ് എന്ന പേരിൽ പച്ചക്കറി പിഴുതു നോക്കുന്നു, നുള്ളി നോക്കുന്നു, രണ്ടായിട്ട് വെട്ടിയൊക്കെ നോക്കുന്നുണ്ട്. ചെറിയൊരു പൊട്ട് കണ്ടാൽ പോലും അത് ഫ്രഷ് അല്ലെന്ന് പറഞ്ഞ് മാറ്റി വെക്കുവാണ്. അങ്ങനെ നിറയെ പച്ചക്കറികൾ ഇവര് നാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ തേഹോയ്ക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആകുന്നുണ്ട്. അവൻ ദേഷ്യവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ പിടിച്ചു വെച്ചിരിക്കുവാണ്. പോരാത്തതിന് അവര് വേസ്റ്റ് ആക്കിയ വെജിറ്റബിൾസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേറെ പുതിയ കുറച്ച് ക്യാബേജസും സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ എടുത്തിട്ട് അവര് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഓർഡർ കൊടുക്കാമെന്ന്. അത്രേ ഉള്ളൂ. പിടിച്ചു നിന്ന തേഹോ ആണെങ്കിൽ കൺട്രോൾ വിട്ട് നേരെ അവരെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഹലോ മാഡം, അപ്പൊ നിങ്ങൾ നശിപ്പിച്ചിട്ട് പോയ വെജിറ്റബിൾസ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ക്യാഷ് ആര് തരും എന്ന് ചോദിച്ച് ടെൻഷൻ ആയതും നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തും, നീ ഏതാടാ പീക്കിരി ചെക്ക എന്ന് പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുവാണ്. നോക്ക്, സാമ്പിൾസിന് വേണ്ടിയാണ് ചോദിച്ചതെങ്കിൽ ഓക്കെ എടുത്തിട്ട് പൊക്കോ, പക്ഷെ എന്തിനാണ് ആവശ്യമില്ലാതെ നിങ്ങൾ ആ പച്ചക്കറികൾ നശിപ്പിച്ചിട്ടിട്ട് പോകുന്നേ? ഇപ്പൊ അത് വേറെ ആർക്കെങ്കിലും വാങ്ങാൻ കഴിയോ? ക്യാഷ് മുടക്കി മാറ്റിൽ കൊണ്ടുവച്ച് ഞങ്ങൾക്കാണ് നഷ്ടം. സോ അതിനുള്ള ക്യാഷ് മാത്രമെങ്കിലും നിങ്ങളിപ്പോ പേ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തേഹോ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ ഹോറങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഡീല് അവർക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പോ തന്നെ അവർക്ക് ഒരുപാട് കടമുണ്ട്, നല്ല കഷ്ടത്തിലാണുള്ളത്, അതെങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് സൈലന്റ് ആയിട്ട് വന്നിട്ട് അതൊന്നും സാരമില്ല മാഡം, നിങ്ങൾ വെജിറ്റബിൾസും കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ഉള്ളത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും അതെങ്ങനെ ബ്രോ വിടാൻ പറ്റുന്നേ, എത്ര വെജിറ്റബിൾസ് ആണ് വേസ്റ്റ് ചെയ്തതെന്ന് നീ നോക്ക്, ഇങ്ങനൊന്നും പറഞ്ഞ് വെറുതെ വിടാൻ പറ്റില്ലെന്ന് തേഹോ വാശി പിടിക്കാൻ തുടങ്ങിയതും ടെൻഷനായ
രണ്ട് അമ്മച്ചിമാര് എന്താ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ വേറെ മാർട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കോട്ടെ പിള്ളേര് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന മാർട്ടല്ലേ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി വന്നാല് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ അപമാനിക്കാൻ നോക്കുവാണോ? ഞങ്ങൾക്ക് എന്നാ ഈ പച്ചക്കറിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇപ്പോ പച്ചക്കറിയും വേസ്റ്റ് ആയി വന്ന കസ്റ്റമേഴ്സും പോയി എന്ന ദേഷ്യത്തില് നമ്മുടെ ഹോറങ്ങ് തേഹോയോട് വഴക്ക് പറയുന്നുണ്ട്. നമ്മുടെ മാർട്ടിന്റെ പ്രോഫിറ്റിന് വേണ്ടി നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. നീ എന്താണോ ഒന്നും കാണാത്ത പോലെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് തേഹോ അവന്റെ ഭാഗം ന്യായമായിട്ട് പറയാൻ തുടങ്ങിയതും പക്ഷെ ഹോറങ്ങാണെങ്കിൽ ഇപ്പോ വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തേഹോ നീ ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പോകാമോ എന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടും. ഇത്രേ ഉള്ളൂ. തേഹോ ആണെങ്കിൽ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പ്ലീസ് ആരെങ്കിലും തേഹോ ബോസിന്റെ കൂടെ ഫോളോ ചെയ്ത് പോ, അവര് വിഷമത്തിൽ കുടിച്ച് എവിടെങ്കിലും പോയി കിടന്നാലോ എന്ന് അവള് പറഞ്ഞതും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഡിന്നറിന് സമയമാകുമ്പോ കറക്റ്റ് ആയിട്ട് അവനെ ഇവിടെ എത്തിക്കോളും, നീ അവനെ കുറിച്ചൊന്നും ടെൻഷൻ ആകണ്ടെന്ന് നമ്മുടെ ലീജനും സോങ്ഹോയും പറയുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ടുകളൊക്കെ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.